ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് വിത്ത് ദിസ് സ്മൈലഞ്ചി മുഞ്ചുള്ളക്കൈ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പം ഇപ്പോഴത്തേക്കൊരു ഗുഡ് മോർണിംഗ്. പോയി റെഡി ആവണം. എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. മെയിൻ കലാപരിപാടിയായ പല്ല് തിപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഗൈസ്. കലാപരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. മോന്തിക്ക് കനമൊക്കെ മാറട്ടെ. എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ട് വരട്ടെ. ഇടാനുള്ള തുണിയും പെർഫ്യൂമും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അതെല്ലാം അവിടെ സേഫാണ്. കുറച്ച് ഗ്രാൻഡായിട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ തൊരിഞ്ഞ മഴ, ഇതുപോലൊരു മുടിഞ്ഞ മഴ. ഇപ്പോൾ ട്രെൻഡിങ്ങിലോടുന്ന പാട്ടിൽ എനിക്കതിങ്ങനെ പറയാനുള്ളൂ. ഈ മഴ കാരണം എനിക്ക് സാരി അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ ട്രഡീഷണൽ വെയർ ഒന്നും വെയർ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. സോ പിന്നെ ഇതുപോലെ ട്രഡീഷണൽ ഒക്കേഷൻ ഇടാൻ പറ്റിയ നോർമൽ എത്നിക് വെയർ ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലേം താനും. പിന്നെ ഇതങ്ങാണ്ടാണ് ഒന്നും ഇരുന്നത്. ശരി, എന്നാൽ ഇത് പുതിയതെല്ലാം ഇട്ടിട്ട് പോകുന്ന വിചാരിച്ചു ധരിച്ചിട്ട് അത്രയുള്ള വലിയ ഗുണമൊന്നുമില്ല. എന്നാലും ഇതൊക്കെ മതി. ഈ മഴയത്ത് നനഞ്ഞ് കുറിച്ച് പോകാൻ ഇതൊക്കെ മതി. ഞാൻ ആലോചിക്കുമായിരുന്നു പുറത്ത് പോയിട്ട് എന്തെങ്കിലും കടയിൽ എന്തെങ്കിലും വാങ്ങിച്ചാലും. എടുത്തിട്ടാണ് ഇടയ്ക്കടി വെക്കുന്നത്. ഈ കവർ തുറന്നെടുക്കുകയാണ്. ഇടയ്ക്കട്ടെ. ഇതിൻ്റെ കളർ ബോട്ടിൽ കണ്ടിട്ട് അടുത്തിരിക്കുന്ന ഫൗണ്ടേഷനാണ്. ഇത് ഫൗണ്ടേഷൻ സൺസ്ക്രീനാണ്. ഇതിലുണ്ടാവും SPF 15 ഒക്കെ ഉള്ള സൺസ്ക്രീനാണ്. ഇനി മുഖത്തെ ബാക്കി മേക്കപ്പിന് ആവശ്യമുള്ള സാധനമൊക്കെ ഞാൻ എടുത്തിട്ട് വിട്ടെ. അതൊരു നോക്കി ഫസ്റ്റ് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഐബ്രോസ് ചെയ്തിട്ട് ഐ ഷാഡോ ഇട്ടിട്ടുണ്ട്. വെറും ബിൽഡപ്പിന് ഈ ഷെയ്ഡ് എടുക്കുന്നത് ആരുടെ കുട്ടികളൊക്കെ എടുത്തേക്കുന്നുണ്ടെങ്കിൽ
ആലിട്ടൊക്കെ കണ്ണെഴുതി കുളമാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ വിങ്സാണ് ഉദ്ദേശിച്ചത്. പിന്നെ അറിയാലോ ഗേൾസിൻ്റെ മെയിൻ പ്രോബ്ലമാണ് ഐലൈനർ വരയ്ക്കുന്നത്. വരച്ച് വരുമ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതും. പിന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് ചെറുതാക്കുമ്പോൾ വലുതാക്കുമ്പോൾ അത് പിന്നെയും വലുതായിപ്പോൾ അങ്ങനത്തെ നീണ്ട ചുണ്ടമെല്ലാം കണക്ക് 2 എണ്ണം വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര ചെറിയ പൊട്ട് വെച്ചെടുക്കാം. അതിൽ ഇത് എനിക്ക് ചൂടാൻ പറ്റാത്ത സാധനം നരസി. എനിക്ക് സുടിയാന്ന് വാങ്ങിച്ചാൽ അതൊരു പാൻറ്റ് ഏതൊരു പാൻറ്റ് മറ്റേ ക്രീമി ഒരു പാൻറ്റ് ഏതൊരു ചെയ്ത് നമ്മുടെ നോട് ഷെയ്ഡാണ് ഇട്ടിട്ടുള്ളതെന്ന് അറിയത്തില്ല. എന്നാൽ നമ്മൾ ഇടുകയും ചെയ്യും. ഏതാ ചൂണ്ടുവിരൽ കാണിച്ചു, ഇല്ല സോറി നടുവിരൽ കാണിച്ചു എന്നൊന്നും പറയുന്നത്. എനിക്ക് ഏതോ ഉള്ളൊരു സാധനം അതായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പ്ലീസ് അതിന് തെറ്റിരിക്കില്ല. ബ്ലഷ് വീഴ്ചടങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇച്ചിരി ലിപ്സ്റ്റിക് ഇടാം. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക് എവിടെ പോയോ എന്നറിയാമേ. അതൊക്കെ എടുക്കണമെന്ന് കരുതുന്നത് ഇതല്ല. ലിപ്സ്റ്റിക് കിട്ടുന്നത് നൈക്കയുടെ ഒരു ഇത് ചാടി റോസോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് 2-3 വർഷമായിട്ട് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് ആൻഡ് കളർ. അങ്ങനെ മുഖത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഏറ്റവും കൂടുതലേക്ക് നേടാൻ പോകുന്ന പ്രശ്നം വെല്ലുവിളി എന്ന് പറയുന്നത് മുടി കെട്ടുന്നൊരു ചടങ്ങാണ്. കാരണം ഇപ്പം മുടി നീളം വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല രീതിക്ക് കൊഴിഞ്ഞിട്ട് വോളിയം പോയിട്ട് ഫുള്ളൊരു മരിയിലെ എലിയുടെ വാലാണ് കിടക്കുന്നത്. കുതിരവാലാണ് കിടക്കുന്ന മുടിയാണ്. പിന്നെ ഇവിടെ നിന്ന് പഴയ ഹെയർ ഗ്രോത്ത് ആയിട്ട് കണ്ടോ ശിവൻ്റെ മുടിയാണെങ്കിൽ ഇങ്ങനെ ബെൻഡായി കിടക്കുകയാണ്. അപ്പം ഇതിന് ഇനി എങ്ങനെ ഞാൻ വാരിപ്പറക്കി ഒതുക്കും, എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നു എനിക്ക് യാതൊരു വിധമായിട്ടുള്ള പിടുത്തമില്ല. എങ്ങനെയൊക്കെ അവരെടുത്താലും ഫുള്ള് ഗ്യാപ്പ് കണ്ടോ ഇപ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ. ഒരു വലിയ മുട്ടക്കുന്നാണ് കിടക്കുക തലയൊക്കെ. സോ ആ കടമ്പയും കൂടെ ഞാൻ കടന്നിട്ട് വരുന്നതായിട്ട് മിക്കവാറും എൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ഒരു മെയിൻ സെൻറ്റർ വിളിച്ചതിന് ശേഷം ഏതെങ്കിലും ഷോപ്പിൽ കയറിയിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്നതായിരിക്കും. കാരണം ഞാൻ അടിപൊളിയായിട്ട് കെട്ടടി വിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഡ്രസ്സിൽ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല. എപ്പോഴും നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. അതിന് ആക്ച്വലി ഞാൻ തർക്കമൊന്നും വേണ്ട. എനിക്കിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കേഷന് പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്ത് കാര്യത്തിനായിക്കോട്ടെ, ഇൻ്റർവ്യൂവോ മാരേജോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിയോ പിന്നെ റിസപ്ഷനോ എന്തോ വാട്ടർ പീസ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കിനും ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളൊരു ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കിനും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് നമ്മൾ ഇട്ടിട്ട് പോകുന്നതായിരിക്കും ഇപ്പോൾ ബെറ്റർ തോന്നും. കാരണം ഇന്നത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവരും അത്യാവശ്യം ഗ്രാൻഡായിട്ട് വരുന്നൊരു ഫംഗ്ഷനാണ്. പിന്നെ എൻ്റെ കയ്യിൽ അത്രയും ഗ്രാൻഡായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. ലൈക്ക് ഉണ്ട് സാരീസാണ്. ബട്ട് ഇപ്പോൾ ഇതൊരു മഴ സമയത്ത് എനിക്ക് ബസ്സിലൊക്കെ കയറി ട്രാവൽ ചെയ്ത് പോകാൻ ഒരു ബുദ്ധിമുട്ട് കാരണം സാരി കൊടുത്ത് പോകുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും. പിന്നെ എന്താണ് ഇപ്പം കാറിലോ ബൈക്കിലോ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഓക്കെ ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പോകാൻ പറ്റും. ഇതിപ്പോൾ അങ്ങനെയില്ല. ബസ്സിൽ കയറാൻ ചിലപ്പോൾ സീറ്റ് കിട്ടും കൈ കാലും ഒക്കെ നിൽക്കണം. എൻ്റെ ഇടയ്ക്ക് ബാഗ് പിടിക്കണം, ഫോൺ പിടിക്കണം. നമ്മൾ എനിക്ക് നടക്കുന്ന കാര്യമല്ല. ഞാൻ എപ്പോഴും പുറത്ത് പോകുമ്പോഴത്തേക്കും കാഷ്വലായിട്ട് ജീൻസും ടീഷർട്ടും തന്നെ യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ അതുമായിട്ട് ഭയങ്കരമായിട്ട് കംഫർട്ട് ആയി. അതുകൊണ്ട് എനിക്കിപ്പം നോർമൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. അതിൻ്റെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ. സോ ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വരുന്ന വഴി നമുക്ക് എന്താകും പറയാൻ പറഞ്ഞു. ഞാൻ ഈ കടമ്പ ഒന്ന് കടന്നിട്ട് വരാം. ഞാൻ ആ കടമ്പ ചെറുതായിട്ടൊന്ന് ചടുക്കിടുന്നു. ഞാൻ എൻ്റെ എക്സ്ട്രാസും ഇപ്പം ഇങ്ങനെയൊക്കെ കിടക്കത്തുള്ള ഹെയർ എന്താണ്ട് ഇപ്പോൾ കാണിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മെഴുക്കുപനി. എൻ്റെ കൂട്ടുള്ള ബ്യൂട്ടി സ്പോട്ടിൽ ഞാൻ 2-3 കറുപ്പാടി ചെയ്തിട്ട് എന്തുവാ പിന്നെ കൊട്ടാരക്കര ഇറങ്ങിട്ട് അടൂർ ഇറങ്ങണമെന്ന്. അടൂർ ഇറങ്ങിയ ഒമ്മലൂർ വരെ പോകുന്നു. ഇല്ല കൊട്ടാരക്കര പത്തനംതിട്ട ബസ് ഉണ്ടെങ്കിലും അതുവഴി പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നോമലൂരോയാണോ എന്നുള്ള ചോദിച്ചാൽ എന്റെ കുട്ടാനോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊട്ടാരക്കരയിൽ 18 ദിവസം കയറിയാൽ മതി എന്നാ പറഞ്ഞത്. അങ്ങനെയാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്തുനിന്നൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് പൊക്കൊണ്ടിരുന്നത്. അടൂർ വഴി ഇറങ്ങി പോകുന്നതാണ്. ഞാൻ അതിൽ ദുബായ് സമയം ഒന്നല്ല കിടക്കുന്നത്. 7:50 ഇവിടെ ഒറ്റ വണ്ടി ഉണ്ടെന്ന് മലയാളപ്പുഴ. ഓ ഞാൻ ഇറങ്ങണം. 19 ആയാലേ കിട്ടുമല്ലോ. ഓ ചപ്പാത്തി കഴിക്കുന്നത് കഴിക്കാൻ തോന്നി. അവിടെ കാണാൻ കാപ്പ് പിടിച്ചിട്ട് പോകും. ഓ ഭാഷ ഓടുന്നില്ല. പറയെ കൊടുത്തു. എന്താണെന്നറിയാം. ഏതാ
ചത്തോ അത്? ആവോ ദുബായിലെ വാച്ചാണ്. ദുബായിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞാ മുടി വെച്ചിരുന്ന ചുമ്മാ എടുത്തിടാം. ആ അതിപ്പോ ഉണങ്ങും. അങ്ങനെ വീട്ടിലെ പ്രകസനങ്ങളൊക്കെ കഴിഞ്ഞു, കെട്ടിടയും കഴിഞ്ഞു. എൻ്റെ ഈ ഒരു ചെറിയ ബാഗാണ് ഞാൻ എടുത്തത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിനകത്താണ് ഗിഫ്റ്റ് ഇട്ട് വെച്ചേക്കുന്നത്. ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റാണ് കാണിച്ച്. അപ്പം പോകാൻ വേണ്ടി ഇറങ്ങി. ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ലെറ്റ്സ് ഗോ. അമ്മച്ചിയെ കഥ അടച്ചു. ത്രയക്കാൻ കാത്തിരിക്കുന്ന ദാദാമണിയെ കണ്ടു. Finally, I got it. Oh my gosh. എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. ശർക്കര വരട്ടി, ചിപ്സ്, ഉണ്ണിയപ്പം, തോരൻ, മാങ്ങാച്ചാറ്, നാരങ്ങാച്ചാറ്, കിച്ചടി, പച്ചടി, അവിയൽ, എന്തോ ഓലന കൂട്ട്, പിന്നെ മറ്റേ. അങ്ങനെ ഞാൻ കാത്തിരുന്ന സുദിനം വന്നെത്തിയിരിക്കുകയാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു സദ്യ കഴിക്കണമെന്ന്. പരിപ്പും പയറും പപ്പടവും പരിപ്പും പപ്പടവും കൂട്ടി ഞാൻ കഴിക്കാൻ പോകും. ആഹാ, ചൂട് അടപ്രഥമനും പപ്പടവും പഴവും കൂടെ ഒക്കെ ഞമ്മടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കണം. മിഷൻ അക്കംപ്ലിഷ്ഡ്. യെസ്. അങ്ങനെ വീട്ടിലെത്തിയിരുന്നില്ല. ഒരു ദിവസത്തെ കല്യാണത്തിന് പോക്കാം. അപ്പോൾ തലവേദന എടുത്ത് ശ്രദ്ധിക്കാനൊക്കെ വരുന്നത് ഉറക്കം വരുന്ന ഭ്രാന്തെടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് കൂടെ നടന്നാൽ വീട്ടിൽ എത്തും.